കണ്ണൊന്നും നിങ്ങളെ പേടിപ്പിച്ചതല്ല, രാവിലെ തന്നെ എണ്ണിച്ചപ്പോഴത്തേക്കും കണ്ണ് നല്ല ചുമന്ന് കിടക്കും. 10-12 തുമ്പലിന് ശേഷമാണ് എണ്ണിച്ചത്. അപ്പൊ പിന്നെ ചുവന്നില്ലെങ്കിലേ എനിക്ക് പ്രത്യേകിച്ച് സ്കിൻ കെയറോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ ഇതാണ് ഈ പോൺസിന്റെ മോയ്സ്ചറൈസർ രാവിലെ എണ്ണിച്ചത്. അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആണ്. പിന്നെ എന്റെ ചുണ്ട് നല്ല ഡാർക്കായി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു ലിബാമും കൂടെ അപ്ലൈ ചെയ്യും. ഡാർക്ക്നെസ് മാറ്റില്ലൊന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും എന്റെ ഒരു സമാധാനത്തിന് അപ്ലൈ ചെയ്യും ഞാൻ. ഏത് അത് തന്നെ. നീ ഒരു കറുത്തപ്പെട്ട് എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ലടാ. രാവിലെ എണ്ണിച്ച് വരുമ്പോഴും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴും അമ്മയാണ് ആദ്യം തപ്പുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അത് വിദഗ്ധമായി ഒരു പോക്കറ്റ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ തയ്ക്കട്ടെ, ഞാൻ പോയി കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു കാര്യം എന്നെ നിഘണ്ടുവിലേ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ഉണങ്ങി അങ്ങേ അറ്റമാകുന്നത് കൊണ്ട് ഞാനിപ്പോൾ എല്ലാം കഴിക്കും. ചപ്പാത്തിയും കടലക്കറി ആയത് രാവിലെ, കൂടി ഒരു പുഴുങ്ങിയ മുട്ടയും. എനിക്ക് ഇഷ്ടമല്ല, എന്നാലും ഞാൻ കുത്തിക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നോട്ട് എഴുതാനുണ്ടായിരുന്നു, അതെല്ലാം കുത്തിയിരുന്ന് എഴുതുവാണ്. ഇതെനിക്ക് എഴുതി കഴിഞ്ഞിട്ട് വേണം ആരുമോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളിയിലിറങ്ങിയപ്പോഴത്തേക്ക് ചെടിയൊക്കെ മഴ സെറ്റായി നിൽക്കുക. കല്യാണി നല്ല അടിപൊളി പേരുണ്ടായിട്ട് ഇതിനെ ഇവിടെ വിളിക്കുന്ന ശവന്നാറിയുന്നു ബ്ലേച്ചകരം. എന്റെ ഡെയിലി ഡ്യൂട്ടിയിൽ ഒന്നാണ് പോയി പാല് വാങ്ങിക്കാന്നുള്ളത്. അതിന് കടയിൽ പോയതിന് ശേഷം 2 മുട്ടയും കൂടെ ആളമ്പുള്ളിയുടെ മണ്ടയ്ക്ക് കുറച്ച് പഞ്ചസാര വെതറിയിട്ടേക്കുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പാല് കൊണ്ടുവന്നപ്പോഴേ അമ്മ നല്ലൊരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കി. ഒറ്റ വലിക്ക് അതും കുടിച്ചതിന് ശേഷം ചേച്ചി ചലഞ്ച് ചെയ്യാൻ വേണ്ടി ചെന്നു. പിന്നെ നമ്മൾ അനിയത്തിമാരുടെ കുത്തക അവകാശമാണല്ലോ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇരുട്ട് മുറിക്കാതിരുന്ന് ഭയങ്കര കൺസ്ട്രക്ഷനിലാണ്. ആളുകളായിട്ട് കളിച്ച് സ്വരുക്ക് കൂട്ടി വെച്ച ചേച്ചിയുടെ സമ്പാദ്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇൻട്രസ്റ്റ് തോന്നിക്കൊണ്ടിരുന്നപ്പോൾ സ്ട്രോ വെച്ചിട്ട് പൂ വരയ്ക്കുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പൊ തന്നെ അത് ചെയ്തു നോക്കാന്ന് വിചാരിച്ചു. സ്ട്രോ ഒക്കെ അച്ചാരം വെച്ചാലും കട്ട് ചെയ്ത് ഈ ഒരു പരിവാക്കി എടുത്തപ്പോഴാണ് ഓർത്തത് അത്രയും നീളം ഇതിന് വേണ്ടായിരുന്നു. പിന്നെ കുറച്ച് നീളം കട്ട് ചെയ്തതിന് ശേഷം കളറി മുക്കി അടിച്ച് നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. എന്തായാലും തുടങ്ങി വെച്ചല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അവസാനം പിന്നെ എങ്ങനെയൊക്കെയോ വരച്ച് ഇങ്ങനെയൊക്കെ ആക്കി എടുത്തു. പേപ്പറും അത്രയും പെയിന്റും പോയപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം. പിന്നെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരേക്കും ടാറ്റാ.